നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പൊന്നോണക്കാലത്തിന് വിളംബരമേകി ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ആവേശകരമായ തുടക്കമായി. തൃപ്പൂണിത്തറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അത്താഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് അടക്കമുള്ള പ്രമുഖ നേതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. തൃപ്പൂണിത്തറയെ ഒരു അന്താരാഷ്ട്ര ചരിത്ര പൈതൃക നഗരമാക്കി മാറ്റണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. നാടിന്റെ മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മഹത്തായ പ്രതീകമാണ് അത്തച്ചമയ ഘോഷമെന്നും അദ്ദേഹം അനുസ്മരിച്ചു. പൈതൃക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ വിദേശ വിദഗ്ധരെ ഉൾപ്പെടുത്തി പഠനം നടത്തണമെന്നും കൃത്യമായ പ്രപ്പോസൽ തയ്യാറാക്കിയാൽ അത് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണെന്നും ഇതിനായി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃപ്പൂണിത്തറ അത്തച്ചമയ ആഘോഷത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനെ പുകഴ്ത്തി നടൻ ജഗദീഷ്. ഈ സർക്കാരിന്റെ കാലത്ത് തനിക്കൊരു സ്ഥാനവും വേണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചായിരുന്നു ജഗദീഷിന്റെ പ്രസംഗം. മുഖ്യമന്ത്രിയും വേദിയിലുണ്ടായിരുന്നു. സതീഷിന്റെ വാർത്താ സമ്മേളനങ്ങൾ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കണമെന്നും ജഗദീഷ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാ ബുധനാഴ്ചകളിലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കും. അത് വളരെ വിനോദവും വിജ്ഞാനവും തരുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായല്ല, ഞാനൊരു നിഷ്പക്ഷനായ കലാകാരനാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി എനിക്ക് വളരെ നല്ല അടുപ്പമാണുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് പലരും പലതും പറയും. വെരി ഡാഷിംഗ് സതീശൻ, വെരി ഡയറിംഗ് സതീശൻ, വെരി ഡിപ്ലോമാറ്റിക് സതീശൻ എന്നൊക്കെ ആളുകൾ പറയും. ചിലർ വെരി ഡൊമിനേറ്റിംഗ് സതീശൻ എന്നും പറയും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വെരി ഡൗൺ ടു എർത്ത് സതീശൻ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ പ്രചാരണത്തിനായി ഞാൻ ഒരു ദിവസം മാറ്റിവെച്ചു. തുരതുരെ പരിപാടികളായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനാണ് ഞാൻ ഒന്ന് ഫ്രീ ആകുന്നത്. അപ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തമുള്ള നമ്മുടെ മുഖ്യമന്ത്രി ആ ലിസ്റ്റ് നോക്കിയിട്ട് എത്ര 41 പ്രസംഗങ്ങളോ അത്രയൊന്നും പറ്റില്ല, ജഗദീശേട്ടൻ ഒരു 21 പ്രസംഗങ്ങളൊക്കെ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി. ഇന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, CM അങ്ങയുടെ പ്രസ് മീറ്റ് കാണാൻ ഞങ്ങൾ താല്പര്യത്തോടെ എല്ലാ ബുധനാഴ്ചയും കാത്തിരിക്കുന്നു എന്നാണ്. ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ആണത്. അതിൽ വിനോദവും വിജ്ഞാനവുമുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധം കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. നിയമസഭയിലെ പ്രസംഗങ്ങൾ പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റുകളും പുസ്തകമായി പ്രസിദ്ധീകരിക്കണം. അത്ര താല്പര്യത്തോടെയാണ് ജനങ്ങൾ കേട്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമല്ല, ഞാൻ നിഷ്പക്ഷനായ കലാകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദിയിൽ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ തന്നെ ജഗദീഷിന്റെ ഈ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇത് ഇഷ്ടപ്പെടാത്ത ഇനി ഇടത് ഹാൻഡിലുകൾ ഇതൊക്കെ ഇനി പലതരത്തിൽ കട്ട് ചെയ്ത് പലതരത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.